മണ്ണിൽ കടന്നുകയറി പാക് ഭീകരർ നടത്തിയ ഭീകരാക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. അജിത് ഡോവൽ എന്ന ബുദ്ധി കേന്ദ്രത്തിനും മോദിക്കും സൈന്യത്തിനും രാജ്യം നന്ദി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട സൈനിക നടപടിയിലൂടെ ഒരു രാത്രിയിൽ 9 കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യം വച്ചത്. ഈ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതിനു പിന്നിലും വൈകാരികമായ കാരണമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പേര് തിരഞ്ഞെടുത്തത്. ഭീകരവാദികൾ നമ്മുടെ സ്ത്രീകളെ വിധവകളാക്കി, അതിനുള്ള പ്രതികാരമാണ് ഇത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പേര് മുന്നോട്ട് വെച്ചത്. ഏപ്രിൽ 22-ന് പഹൽഗാമിലെ ബൈസരാൻ താഴ്വരയിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 26 നിരപരാധികളെയാണ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത്. പുരുഷന്മാരെയാണ് ഭീകരർ തിരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയമാണ്. കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് അവർ അവരെ കൊന്നു. 20-ലധികം കുടുംബങ്ങളെ അവർ അനാഥമാക്കി, കുട്ടികളെ അനാഥരാക്കി, സ്ത്രീകളെ വിധവകളാക്കി. ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ കരഞ്ഞു തളർന്ന ഹിമാൻഷിയുടെ ചിത്രവും രാജ്യം മറക്കില്ല. വിവാഹം കഴിഞ്ഞ് 6-ാം നാളിലാണ് നേവിയിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന വിനായക് നർവാൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വിവാഹശേഷം മധുവിധു ആഘോഷിക്കാനായിരുന്നു ഇരുവരും കാശ്മീരിലെത്തിയത്. വിനായക് നർവാളിന്റെ മൃതദേഹത്തിൽ അരികിലിരുന്ന ഹിമാൻഷിയുടെ ചിത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനെല്ലാമുള്ള പ്രതികാര മറുപടി എന്ന നിലയിലാണ് ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരു നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയതിന് പിന്നാലെ നീതി നടപ്പാക്കി ജയ് ഹിന്ദ് എന്നാണ് സൈന്യം എക്സിൽ കുറിച്ചത്. തിരിച്ചടിക്കാൻ തയ്യാർ, ജയിക്കാൻ പരിശീലിച്ചവർ എന്ന തലക്കെട്ടിൽ മറ്റൊരു വീഡിയോയും സൈന്യം പങ്കുവച്ചിരുന്നു. കരവ്യോമ നാവികസേനകൾ സംയുക്തമായിട്ടായിരുന്നു ആക്രമണം നടത്തിയത്. ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി. ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം. മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു. മൊറിഡ്കായിലെ ലഷ്കർ ആസ്ഥാനവും ബഹവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു. ആക്രമണത്തിൽ 30 ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 55-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. മുസഫറാബാദിലെ ഭീകര കേന്ദ്രവും ഇന്ത്യ നിലംപരിശാക്കി.